ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ബലൂച്ച് ലിബറേഷൻ ആർമി ഇന്നലെയാണ് റാഞ്ചിയത്. ട്രെയിനിൽ 450 യാത്രക്കാർ ഉണ്ടായിരുന്നതിൽ 152 പേരെയാണ് വിഘടനവാദികൾ ബന്ദികളാക്കിയത്. ട്രെയിനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ട്രെയിനിൽ നിന്നും വെടിവെച്ച് കേട്ടതായി നാട്ടുകാർ പറയുന്നു. 6 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടെന്നും വിവരമുണ്ട്. തങ്ങൾക്കെതിരെ സൈനിക നീക്കമുണ്ടായാൽ ബന്ദികളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കി. ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് പോരാട്ടം നടത്തുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ റാഞ്ചിയത്. 9-ലേറെ ബോഗികളാണ് ട്രെയിനിലുണ്ടായിരുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും ബലൂചിസ്ഥാൻ സ്വദേശികളായ യാത്രക്കാരെയും വിട്ടയച്ചുവെന്നാണ് വിഘടനവാദികൾ പറയുന്നത്. യാത്രക്കിടയിൽ ഒരു തുരങ്കത്തിനടുത്ത് വെച്ച് ആയുധധാരികളായ വിഘടനവാദികൾ ട്രെയിൻ തടയുകയായിരുന്നു. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ തുരങ്കത്തിനടുത്ത് ട്രെയിൻ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. പാകിസ്ഥാൻ സൈന്യം ഉടൻ സ്ഥലത്തെത്തി. ട്രെയിൻ തടഞ്ഞിട്ടിരിക്കുന്ന പ്രദേശം സങ്കീർണമായ ഭൂപ്രദേശമായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളികൾ ഏറെയാണ്. പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി BLA-യുടെ പ്രതിഷേധങ്ങളും കലാപങ്ങളും തുടരുകയാണ്. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പതിറ്റാണ്ടുകളായി പോരാടുന്ന വംശീയ വിമത ഗ്രൂപ്പുകളിൽ ഏറ്റവും വലുതാണ് BLA. ബലൂചിസ്ഥാനിലെ സമ്പന്നമായ വാതക ധാതു വിഭവങ്ങൾ അന്യായമായി ചൂഷണം ചെയ്യുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യ ബലൂചിസ്ഥാനാണ്. രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഏകദേശം 44% ഇവിടെയാണെങ്കിലും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള പ്രവിശ്യയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖങ്ങളിലൊന്നായ ഗ്വാദർ ഈ പ്രവിശ്യയിലാണ്. അതിനാൽ ആഗോളതലത്തിൽ തന്നെ തന്ത്രപ്രധാനമായ വ്യാപാരപാതയാണിത്. പാകിസ്ഥാന്റെ തെക്കു-പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ബലൂചിസ്ഥാൻ വടക്കുകിഴക്ക് ഖൈബർ പഖ്തൂൺഖ്വ, കിഴക്ക് പഞ്ചാബ്, തെക്കുകിഴക്ക് സിന്ധ് എന്നീ പ്രവിശ്യകളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. പടിഞ്ഞാറ് ഇറാനുമായും വടക്ക് അഫ്ഗാനിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. തെക്കൻ അതിർത്തിയിൽ അറബിക്കടലാണ്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.